ആ തീവ്രവാദി മെയിൻ ഗേറ്റിൽ പൊട്ടി അതായത് വെടികൊണ്ട് തകർന്ന് കിടക്കുന്ന ചിത്രം പകർത്താൻ സാധിച്ചു. ഒരു 6 നില കെട്ടിടം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ നിലവിളി. കുട്ടിയുടെ കൈ സ്ലാവിന് അടിയിലായിരുന്നു. ആ സ്ലാവിന് അവിടെ വെച്ച് ആ കുട്ടിയുടെ കൈ മുറിക്കുകയാണ്. അപ്പോൾ താഴെ നിന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, മുകളിലേക്ക് പോകരുത്, അപകടമാണ്, താഴോട്ട് വാ. പക്ഷേ മുകളിൽ ചെന്ന സമയത്ത് സോണിയാഗാന്ധി പരിഭ്രാന്തിയായിട്ട് വെളിയിൽ നിന്ന് ഫോൺ ചെയ്യുന്നു. 2 പ്ലെയിൻ തമ്മിൽ ക്രാഷാകുമായിരുന്നു. അതിൽ കണ്ടമാനം മലയാളികളുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പം അവിടുത്തെ കംപ്ലീറ്റ് ബോഡികളെല്ലാം മാറ്റി കഴിഞ്ഞ് ഇതൊരു പാടത്തിൻ്റെ നടുക്കാണ്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പം ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ ജീവനും കൊണ്ട് ഓടിയവരാണ്. പുൽമേടയിലേക്ക് കടന്നു കഴിഞ്ഞപ്പം അപ്പം തന്നെ നമുക്ക് ശ്രയം പറഞ്ഞു എത്രയും പെട്ടെന്ന് മുന്നിട്ടാൽ താഴെ എത്താം, ഇല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ, കാരണം ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ പോയി പട്ടാളം തോക്കായിട്ട് നിൽക്കുകയാണ്. ഇതൊരു ക്യാമറയുടെ കഥയാണ്. ഈ ക്യാമറ വെറും ക്യാമറയല്ല, രാജ്യതലസ്ഥാനത്ത് നിന്ന് കാഴ്ചകളും ചരിത്രവും നേരിട്ട് ഒപ്പിയെടുത്ത ഒരു ക്യാമറയാണിത്. കടലില്ലെങ്കിലും കാഴ്ചകളുടെ സമുദ്രമാണ് ഡൽഹി. ആ കാഴ്ചകളുടെ സമുദ്രം പകർത്തിയെടുത്ത ഈ ക്യാമറ കോട്ടയം സ്വദേശി PG ഉണ്ണികൃഷ്ണൻ്റേതാണ്. കോട്ടയത്ത് തോട്ടക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഡൽഹി എന്ന മഹാനഗരത്തിലേക്ക് വളർന്ന PG ഉണ്ണികൃഷ്ണൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ചീഫ് ഫോട്ടോഗ്രാഫറാണ്. ഉണ്ണി കണ്ട കാഴ്ചകൾ, ഉണ്ണിയുടെ ക്യാമറ കണ്ട കാഴ്ചകൾ, അതിൻ്റെ കഥ നമുക്ക് കേൾക്കാം. നമുക്ക് ഉണ്ണിയോട് ചോദിക്കാം, ഉണ്ണി പറയും. ഉണ്ണി, നമ്മളിപ്പോൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരുപാട് ഓർമ്മകളുടെ ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്. നമ്മൾ ഒരുമിച്ച് നടത്തിയിട്ടുള്ള യാത്രകൾ, അതിന് മുന്നേ തന്നെ ഉണ്ണി ഒറ്റയ്ക്കും അത് അല്ലാതെയും നടത്തിയിട്ടുള്ള യാത്രകൾ, ഇതെല്ലാം തന്നെ ക്യാമറയുടെ പിന്നിലൂടെയായിരുന്നു ഉണ്ണിയുടെ സഞ്ചാരം. നമ്മൾ നേരത്തെ നിമിഷങ്ങൾക്ക് മുമ്പ് പോലും നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഉണ്ണി ഒരുപക്ഷെ ഇത്തരത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഉണ്ണിയുടെ മനസ്സിൽ ഇത്രയും കാലത്തിനിടയിൽ കടന്നുപോയ യാത്രക്കിടയിൽ ഉണ്ണിയുടെ മനസ്സിൽ പെട്ടെന്ന് പതിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? നമ്മളിതൊരു ബ്യൂറോ മേധാവിയും അതുപോലെ തന്നെ ഒരു ചീഫ് ഫോട്ടോഗ്രാഫറും തമ്മിലുള്ള സംസാരമല്ല. നമ്മൾ 2 അടുത്ത സുഹൃത്തുക്കളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഉണ്ണി എനിക്ക് എല്ലാ കാലത്തും ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പോൾ ജ്യേഷ്ഠ സഹോദരനും ആയിട്ടുള്ളൊരു സംസാരം എന്ന നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പോൾ ഈ നിമിഷം 4 പതിറ്റാണ്ടോളം കാലം ക്യാമറയ്ക്ക് പിന്നിൽ സഞ്ചരിച്ചിരുന്ന ഉണ്ണിയുടെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർത്തു വയ്ക്കാവുന്ന അല്ലെങ്കിൽ പകർത്തി വയ്ക്കാവുന്ന കാഴ്ചകൾ എന്താണ്? സത്യത്തിലും ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരടുപ്പത്തിൻ്റെ കഥയാണ് ഫോട്ടോഗ്രാഫി. ഞാൻ എൻ്റെ ജീവിതത്തിൽ 84 ഡൽഹി വന്നു എങ്കിലും ഫോട്ടോഗ്രാഫിയിലേക്ക് ഞാൻ കടക്കുന്നത് 86ഓടുകൂടിയാണ്. മനസ്സിൽ ഓർക്കുന്ന ഓർമ്മകളെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ആയിരക്കണക്കിന് ചിത്രങ്ങൾ. അതിൽ മെയിനായിട്ടുള്ള 1-2 ചിത്രങ്ങൾ ഞാനിപ്പോൾ പറയാം. അതായത് ഡൽഹിയിലെ പാർലമെൻറ്റ് ഭീകരാക്രമണം. ഒരു പക്ഷേ സത്യത്തിൽ ആ ഭീകരാക്രമണം ശവപ്പെട്ടി കുംഭകോണം പാർലമെൻറ്റിൽ കത്തിക്കയറി നിൽക്കുന്ന സമയം ജോർജ് ഫെർണാണ്ടസ് അതിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. സമരങ്ങൾ എല്ലാ ദിവസവും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനവിടെ പാർലമെൻറ്റിലെത്തി. ഈ ഇവരുടെ പ്രതിഷേധത്തിൻ്റെ പടമെടുത്ത് നേരെ ഓഫീസിലെത്തി ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ ബ്യൂറോ ചീഫും നമ്മുടെ ഡയറക്ടറുമായിരുന്ന PVG ഒരുമിച്ച് ഓഫീസിലേക്ക് വരികയും ഉണ്ണി പാർലമെൻറ്റിൻ്റെ സൈഡിൽ എന്തോ വെടിവെപ്പ് നടക്കുന്നു എന്ന് വേണം പറഞ്ഞത്. ഞാൻ ക്യാമറ എടുത്ത് അപ്പം തന്നെ ഇവിടുന്ന് ഓടുകയായിരുന്നു. ഞാൻ ആദ്യം ഇവിടെ എത്തുമ്പം ഒരു സുരക്ഷാ ഭടനെ മതിലിൻ്റെ മുകളിൽ കൂടെ മറ്റൊരു സുരക്ഷാ ഭടൻ വെടികൊണ്ട ഈ സുരക്ഷാ ഭടനെ മറ്റൊരു സുരക്ഷാ ഭടൻ ഒരു കോവണി വഴി താഴേക്ക് ഇറക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ചിത്രം. അപ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫർമാരും ഇല്ല. വിഷ്വൽ മീഡിയയുടെ 1-2 ക്യാമറമാന്മാർ അവിടെ ഉണ്ടാവും, അല്ലാതെ ആരും തന്നെ ഫോട്ടോഗ്രാഫറില്ല. ഞാൻ ആ സ്പോട്ടിലെത്തുന്ന ആദ്യത്തെ ഫോട്ടോഗ്രാഫർ ഞാനാണ്. അത് കഴിഞ്ഞ് നമ്മൾ പാർലമെൻറ്റ് അടുത്തേക്ക് ചെല്ലുമ്പോൾ പാർലമെൻറ്റ് ഗേറ്റുകൾ അടഞ്ഞു. വെളിയിൽ ഭീകരമായ പോലീസ് തോക്കുധാരികൾ വഴിയിലിങ്ങനെ നിരന്ന്
കിടക്കുകയാണ് നിലത്ത്. ഭീകരാന്തരീക്ഷം, അങ്ങോട്ട് അടുക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അകത്ത് വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് പാർലമെൻറ്റിൻ്റെ കവാടം തുറക്കുന്നത്. ആ കവാടം തുറന്നപ്പം പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പല ഫോട്ടോഗ്രാഫർമാരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും കവർ ചെയ്യാൻ പറ്റാത്ത ആ തീവ്രവാദി മെയിൻ ഗേറ്റിൽ പൊട്ടി അതായത് വെടികൊണ്ട് തകർന്ന് കിടക്കുന്ന ചിത്രം പകർത്താൻ സാധിച്ചു. ആ പിറ്റേ ദിവസം ആ ചിത്രം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വരികയും ചെയ്തു. എനിക്കത് ഓർമ്മയുണ്ട്. പിന്നെ ഉണ്ണി അന്ന് അശോകൻ അല്ലെങ്കിൽ അശോകേട്ടനായിരുന്നു അന്ന് ബ്യൂറോ ചീഫ്. ആ ദിവസം ഒരുപക്ഷെ ഞാൻ ഡൽഹിയിലെത്തിയ കാലഘട്ടങ്ങളിലൊന്നായിരുന്നു അത്. എൻ്റെ മനസ്സിലും ഈ പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും അത് അടുത്ത ദിവസത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു നിങ്ങളുടെ പത്രപ്രവർത്തന ജീവിതത്തിൽ അല്ലെങ്കിൽ ഫോട്ടോ ജേർണലിസം ജീവിതത്തിലൊരു വലിയ ഘടകമാണ്. മറ്റൊന്ന് എനിക്ക് തോന്നിയത് ഗുജറാത്തിലെ ഭൂകമ്പം വളരെ വിശദമായിട്ട് ഉണ്ണി ദിവസങ്ങളോളം അവിടെ താമസിച്ച് അല്ലെങ്കിൽ ദിവസങ്ങളോളം അവിടെ തങ്ങി അത് ക്യാമറയിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ദൃശ്യങ്ങളാണെന്ന് ഉണ്ണി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാത്രമല്ല അന്ന് ഇത്രയും വലിയ സാങ്കേതികവിദ്യ വളരാതിരുന്നൊരു കാലത്ത് അവിടെ നിന്ന് ചിത്രമെടുക്കുകയും വൈദ്യുതി അടക്കം നിലച്ചുപോയ ഒരു പ്രദേശത്ത് നിന്ന് ചിത്രം നമ്മളുടെ കോഴിക്കോട് ഓഫീസിൽ എത്തിക്കുക എന്ന് പറയുന്നിട്ടുള്ള വലിയൊരു സാഹസിക കൃത്യം കൂടി ഉണ്ണി അതിനോടൊപ്പം നിർവഹിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഉണ്ണിയുടെ? അത് സത്യത്തിൽ ഞാൻ അലഹബാദ് കുംഭമേള കവർ ചെയ്തിട്ട് ജനുവരി 26 ഏതാണ്ട് ഉച്ചയോടുകൂടി ഡൽഹിയിലെത്തി വീട്ടിലെത്തി തുണിയൊക്കെ വാഷ് ചെയ്യണം. ആ പരുവത്തിലിരിക്കുമ്പോഴാണ് അശോകേട്ടൻ്റെ വിളി വരുന്നത്. ഉണ്ണി, ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി. നാളെ രാവിലത്തെ വെളുപ്പിനത്തെ ഫ്ലൈറ്റിൽ ഉണ്ണി ഗുജറാത്തിലേക്ക് പോകണം. സത്യത്തിൽ അലഹബാദിൽ നിന്ന് വന്ന എൻ്റെ കയ്യിൽ പൈസ പോലും ഇല്ല. പക്ഷേ അത് അശോകേട്ടൻ എയർപോർട്ടിൽ എത്തിച്ചു തരുമായിരുന്നു പൈസ. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ടാണ് അഹമ്മദാബാദ് എയർപോർട്ടിലെത്തുന്നത്. അവിടെ എത്തി അപ്പം നമ്മുടെ റിപ്പോർട്ടർ MK അജിത് കുമാർ അവിടെ ഹോട്ടലിലുണ്ട് എന്ന് പറഞ്ഞാണ്. ഞാൻ ഹോട്ടലിലെത്തുമ്പോൾ MK അജിത് കുമാർ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നു. ഞാനപ്പം അവിടുത്തെ ഹോട്ടൽ റിസപ്ഷനിൽ പറഞ്ഞു എനിക്കൊരു കാറ് വേണം. അപ്പോൾ അവരൊരു ടാക്സി അറേഞ്ച് ചെയ്തു തന്നു. ആ ടാക്സിക്കാരനോട് ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് ഈ ഏരിയ അറിയില്ല, ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റഡായ ഏരിയയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ രണ്ടോ മൂന്നോ സ്ഥലത്ത് പോയി. മൂന്നാമത്തെ സ്ഥലത്തെത്തുമ്പോൾ ഒരു 6 നില കെട്ടിടം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ നിലവിളി എന്ന് പറഞ്ഞാൽ പപ്പാ മമ്മി എന്നുള്ള കരഞ്ഞുകൊണ്ടുള്ള ആ വിളിയാണ് നമ്മുടെ മനസ്സിൽ. അത് നമുക്ക് മക്കളുള്ളപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെ വിളിക്കുന്നോ അതുപോണക്കുള്ളൊരു വിഷമമാണ് നമുക്ക്. ഞാൻ ആ പടത്തിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. എന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലായില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ഒരു തുരങ്കമുണ്ടാക്കി അതിലൂടെ ഡോക്ടർമാരെ ഉള്ളിൽ പോയി. ഏതാണ്ട് 3 മണിയോടുകൂടി ആ കുട്ടിയുടെ കൈ സ്ലാവിന് അടിയിലായിരുന്നു. ആ സ്ലാവിന് അവിടെ വെച്ച് ആ കുട്ടിയുടെ കൈ മുറിച്ചിട്ട് ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ട് ഏകദേശം ഒരു 8-9 വയസ്സേ ആ കുട്ടിക്കുള്ളൂ. ആ കുട്ടിയെ കൊണ്ടുവരുന്നതാണ് ചിത്രം എടുത്തത്. അപ്പോൾ എൻ്റെ ഞാൻ ഈ ചിത്രങ്ങൾ എടുത്തിട്ട് ഇനിയിപ്പോൾ അടുത്ത് ചിത്രം എടുത്തു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഏതാണ്ട് 4 മണി 4:30 ആയി. ഈ ചിത്രങ്ങൾ അയക്കണം. സാങ്കേതികവിദ്യ ഒന്നുമില്ലാത്ത കാലഘട്ടം. നമ്മൾ എടുത്തിരിക്കുന്നത് നെഗറ്റീവാണ്, ഫിലിമാണ്. ഞാൻ അതുമായി അവിടുന്ന് അഹമ്മദാബാദ് സിറ്റിയിലേക്ക് പോകുന്നു. ലാബുകൾ അന്വേഷിച്ച് ലാസ്റ്റ് ഒരു ലാബ് കണ്ടുപിടിച്ചു. അവിടെ ഫോട്ടോ വാഷ് ചെയ്ത് പ്രിൻ്റാക്കി കഴിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കുകയാണ് ഇത് എങ്ങനെ അയക്കാൻ പറ്റും. അവിടെങ്ങും ഇമെയിൽ സംവിധാനമോ ഫോട്ടോഷോപ്പുകളോ ഒന്നും ഒരു ഷോപ്പുകൾ പോലും തുറന്നിട്ടില്ല. എല്ലാ സംവിധാനങ്ങളും തകർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് പൈനിയറിൻ്റെ ഫോട്ടോഗ്രാഫർ സഞ്ജീവ് രസ്തോഗിയെ, അത് ഒരുപക്ഷെ ദൈവം എനിക്ക് കാണിച്ചു തന്നതായിരിക്കാം, അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ സഞ്ജീവിനോട് പറഞ്ഞു, സഞ്ജീവേ നിൻ്റെ ഓഫീസ് ഇവിടെയല്ലേ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നോക്കട്ടെ ഉണ്ണി, ഇവിടുന്ന് ഗാന്ധിനഗർ എന്ന സ്ഥലത്താണ് എൻ്റെ ഓഫീസ്, നീ അവിടേക്ക് വരൂ, നോക്കാം, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗാന്ധിനഗറിലെത്തി. അവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട്. ഗാന്ധിനഗറിലെത്തി. സഞ്ജീവ് രസ്തോഗി അകത്ത് പോയി ഇദ്ദേഹത്തോട് ബ്യൂറോ ചീഫിനോട് ചോദിച്ചു, ഇങ്ങനെ മാതൃഭൂമിയുടെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, അയാൾക്കൊരു 2-3 പടങ്ങളൊന്ന് അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒറ്റയടിക്ക് തന്നെ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിക്കുന്നത് സമയവും പോകുന്നു. കാരണം
പത്രത്തിൻ്റെ ഭൂകമ്പത്തിൻ്റെ ചിത്രം കൊടുത്തില്ലെങ്കിൽ ഓഫീസിൽ നിന്നുള്ള വിളിയാണ്, ആകെ പ്രശ്നങ്ങളാണ്, ആകെ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറായി. വലിയൊരു ചിത്രമാണ്. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് അതെ, തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളടക്കം വളരെ തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറി. ഞാൻ വടക്കേ ഇന്ത്യക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു പുതിയ ജോലിയിലേക്ക് കയറിയതാണ്, എനിക്ക് ഇതിൽ 2-3 പടങ്ങൾ സാറൊന്ന് സഹായിക്കണം, എൻ്റെ ജോലി പോകുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ ആ സമയത്തെ ആ ഇടപെടൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ്, അല്ലെങ്കിൽ എൻ്റെ മുഖത്തിൻ്റെ ആ വിഷമം കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ. പുള്ളി പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ 3-ന് പകരം 5 ചിത്രങ്ങൾ മേടിച്ച് അത് സ്കാൻ ചെയ്ത് പുള്ളി തന്നെ അത് നമ്മുടെ ഡെസ്കിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തത്. അത് അന്നത്തെ സിസ്റ്റം എന്ന് ചോദിച്ചാൽ നമുക്കൊരു ക്യാപ്ഷൻ പോലും പറഞ്ഞു കൊടുക്കുകയല്ലാതെ, ഫോണില്ല, മറ്റ് സംവിധാനങ്ങൾ, ഒരു പേജർ മാത്രമേ ഉള്ളത്. അപ്പോൾ ഞാൻ അശോകേട്ടനൊരു മെസ്സേജ് പേജറിൽ അയച്ചു, അശോകേട്ട ഞാൻ അടുത്ത എവിടെയെങ്കിലും ബൂത്തിലെത്തിയിട്ട് അശോകേട്ടനെ വിളിക്കും. മൊബൈൽ ഫോൺ വരുന്നതിൻ്റെ മുമ്പ് കാലഘട്ടം. അപ്പം ഞാൻ അശോകേട്ടന് മെസ്സേജ് കൊടുത്തപ്പോൾ അശോകേട്ടൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വഴിയിലൊരു ബൂത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, ലൈറ്റൊന്നും ഇല്ല. ആ ബൂത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു അത്യാവശ്യമായിട്ട് സ്റ്റഡി ചെയ്യണം, ഞാൻ കേരളത്തിൽ വിളിക്കാനാണ്. അപ്പോൾ അവരത്തെ എൻ്റെ ആ സിറ്റുവേഷൻ കണ്ട് അവർ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ ബൂത്തിൽ നിന്ന് ഞാൻ അശോകേട്ടന് ഫോൺ ചെയ്തിട്ട് ഞാൻ അശോകേട്ടനോട് പറഞ്ഞു ഇതൊക്കെയാണ് ക്യാപ്ഷൻ, ഇങ്ങനെ കുട്ടിയെ എടുത്ത സംഭവമില്ല. ഞാൻ ക്യാപ്ഷൻ അശോകേട്ടന് പറഞ്ഞു കൊടുത്തു. അശോകേട്ടൻ ഡൽഹി ഓഫീസിലിരുന്ന് അത് എഴുതി അശോകേട്ടൻ ഇവിടുന്ന് ഫാക്സ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഹോട്ടലിലെത്തി. അപ്പോഴാണ് അറിയുന്നത് ഈ ഭൂകമ്പത്തിൻ്റെ കൂടുതൽ എഫക്റ്റ് ആയിരിക്കുന്ന ഭുജ് ഏരിയകളിലാണ്. അവിടുന്ന് ഒരു രാത്രിയുടെ യാത്രയാണ്. അന്ന് രാത്രി തന്നെ 11 മണിയോടുകൂടി ഭുജിലേക്ക് ഞാനും അന്നത്തെ ചീഫ് കറസ്പോണ്ടൻ്റായിരുന്ന MK അജിത് കുമാറും കൂടെ, അന്ന് വേറെ ചില മലയാളി സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, പത്രക്കാർ. അങ്ങനെയാണ് ഞാൻ ഭുജിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ റോഡൊക്കെ പിളർന്ന് ആ ഒരു അന്തരീക്ഷം, അതിൻ്റെ സൈഡിൽ കൂടെ വളരെ ബുദ്ധിമുട്ടിയാണ് വണ്ടി കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ഞാൻ 13-14 ദിവസത്തോളം അവിടെ തങ്ങേണ്ടി വന്നു. അവിടെ തങ്ങിയെന്ന് പറഞ്ഞാൽ അവിടുന്ന് അഹമ്മദാബാദ് തിരിച്ചു വരിക. അപ്പോഴത്തേക്ക് 2ാമത്തെ ദിവസം അജിത് ഭായി തിരിച്ചു പോന്നു. അതിനുശേഷം ബസന്താണ് വന്നത്. പിന്നെ ബസന്ത് ഞാനും കൂടെ കുറേ സ്റ്റോറികൾ, ഒന്നല്ല ഓരോ ദിവസം 2-3 സ്റ്റോറികൾ ചെയ്യാൻ പറ്റി. ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ സിംലയിൽ കോൺഗ്രസ് സമ്മേളനത്തിനിടയിൽ പിന്നെ ഭൂകമ്പം ഉണ്ടാവുകയും നേതാക്കളെല്ലാം കൂടി പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ഭയാശങ്കകളോടുകൂടി അതും ഉണ്ണിയുടെ ഒരു ശ്രദ്ധേയമായ പഠനം. അതിന്റെ സാഹചര്യം അതൊരു വല്ലാത്ത സാഹചര്യമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ യോഗം ചണ്ഡീഗഡിൽ നടക്കുകയാണ്. അതായത് ചണ്ഡീഗഡ് ഹരിയാന ഭവനും പഞ്ചാബ് ഭവനും ഏതാണ്ട് അടുത്തടുത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹരിയാന ഭവനിൽ മീഡിയ സെൻറ്ററും പഞ്ചാബ് ഭവനിൽ മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ ഒരു 9 മണിക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ സകല നേതാക്കന്മാരും ഉണ്ട്, മുഖ്യമന്ത്രിമാരും, ഉമ്മൻചാണ്ടി, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരുമുണ്ട്. ആ ചിത്രം എടുത്തിട്ട് ഞാൻ നേരെ മീഡിയ സെൻറ്ററിലേക്ക് വന്നു. രാവിലെ തന്നെ കിട്ടിയ പടം അയക്കാം എന്നുള്ള രീതിയിൽ മീഡിയ സെൻറ്ററിലേക്ക് വന്നു. മീഡിയ സെൻറ്ററിൽ വന്നു, ഞാൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഏതാനും 9:45 എനിക്ക് തോന്നുന്നു, 9-9:45 ഇടയ്ക്കായിട്ടാണ് ഈ ഫാനെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒലഞ്ഞ് എന്താ സംഭവിക്കുന്നത് അറിയാമല്ലായിരുന്നു. അപ്പത്തേക്ക് ഒരാൾ പറഞ്ഞു ഭൂകമ്പമാണ്, ഓടിക്കോളാൻ പറഞ്ഞു. സകലരും മീഡിയ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോൾ തെളിഞ്ഞത് തൊട്ടടുത്ത പഞ്ചാബ് ഭവനിൽ നേതാക്കന്മാരുണ്ട്, സോണിയാഗാന്ധിയുണ്ട്, പ്രൈം മിനിസ്റ്ററുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഇവർ പുറത്തേക്ക് വരുന്നൊരു ചിത്രം മുകളിലേക്ക് പോയാൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ CD കയറുക മുകളിലേക്ക്. അപ്പോൾ താഴെ നിന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് മുകളിലേക്ക് പോകരുത്, അപകടമാണ്, താഴോട്ട് വന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ഈ മുകളിലേക്ക് പോയാൽ എനിക്കൊരു നല്ല ചിത്രം കിട്ടുമെന്ന്. പക്ഷേ മുകളിൽ ചെന്ന സമയത്ത് സോണിയാഗാന്ധി പരിഭ്രാന്തിയായിട്ട് വെളിയിൽ നിന്ന് ഫോൺ ചെയ്യുന്നു, നേതാക്കന്മാരെല്ലാം വട്ടം. അതായത് സോണിയ കുലുങ്ങി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മാതൃഭൂമി ഫ്രണ്ട് പേജിൽ അടിച്ച ചിത്രമാണ്. നമുക്ക് മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു. കാരണം ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗിൽ നിന്ന് കിട്ടിയിട്ടുള്ള വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു. അതുപോലെയാണ് ഞാൻ
നേരെ തിരിച്ച് ഗുജറാത്ത് കലാപം ഉണ്ണി റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. ഗുജറാത്ത് കലാപം കവർ ചെയ്യാൻ അവിടെ എത്തും. ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഗുജറാത്തിൽ. കാരണം ഗോദ്ര ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള കലാപത്തിൻ്റെ അന്തരീക്ഷമാണ്. ഞാനും ബ്യൂറോ ചീഫായിരുന്ന അശോകേട്ടനും ഒരുമിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ ഗുജറാത്തിലെത്തി. പക്ഷേ ഞങ്ങൾക്ക് അവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് അവിടുത്തെ പലരും പറഞ്ഞു, നിങ്ങൾ മലയാളി സംഘടനകളെയൊക്കെ ബന്ധപ്പെട്ട് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അശോകേട്ടൻ അവിടുന്ന് പോലീസ് കമ്മീഷണറെ പോയി കണ്ടു. പോലീസ് കമ്മീഷണർ പറഞ്ഞു, ഞാനൊരു പോലീസുകാരനെ തരാം. അപ്പോൾ ടാക്സിയുടെ ഫ്രണ്ടിൽ ഒരു പോലീസുകാരൻ തോക്കും പിടിച്ച്, അതിൻ്റെ പുറകിൽ ഞാനും അശോകേട്ടനും. അങ്ങനെ ഒരു എന്താ പറയുക, ഏത് സമയത്ത് വേണേലും എന്തും സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അശോകേട്ടന് യാത്ര ചെയ്തത്. ആ യാത്രയിൽ നമുക്ക് പത്രത്തിൽ കൊടുക്കാൻ മേലാത്ത വിധം പടങ്ങൾ നമുക്ക് കിട്ടി. പല പടങ്ങളും നമുക്ക് പത്രത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അത്ര ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാനും അശോകേട്ടനും ഏതാണ്ട് 10ഓളം ദിവസം ഗുജറാത്തിലെ കലാപം കവർ ചെയ്തു. കലാപം കവർ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ ഗോദ്ര സബർമതി എക്സ്പ്രസ് തീപിടുത്തം ഉണ്ടായത് കവർ ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഞാൻ ഇവിടുന്ന് ബൈ കാറാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെ എത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി, ഈ ട്രെയിനിൻ്റെ പടം എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. അവിടെ ഇന്നത്തെ പോലത്തെ ബുദ്ധിമുട്ടുകളില്ല അവിടെ പടം എടുക്കാൻ. നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് കയറിപ്പോവാം, നമുക്ക് പടങ്ങളെടുക്കാം. ഡോക്ടർമാർ ചിലർ ബുദ്ധിമുട്ട് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ അവിടെ ഓരോ ബെഡിലും പോയി കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡികൾ മോർച്ചറിയിലാണെന്ന് പറഞ്ഞു. പരിക്കേറ്റവ കുറേ ആൾക്കാർ ഹോസ്പിറ്റലിനകത്തുണ്ടായിരുന്നു. അവരെയൊക്കെ പലരോടും ചോദിക്കാൻ പറ്റുമോ മലയാളിയാണോ എന്ന്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മലയാളം പറയും. വെറുതെ ഞാൻ മലയാളം പറയും. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മലയാളിയെന്ന് കണ്ടുപിടിക്കാമല്ലോ, നമുക്ക് നേരിട്ട് മലയാളിയെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ കൂട്ടത്തിൽ മലയാളികൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ നിഗമനത്തിലെത്തിയത്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ശേഷമാണ് പിന്നെ ഞാൻ ഈ കലാപം റിപ്പോർട്ട് ചെയ്യാൻ അശോകേട്ടനോടൊപ്പം പോയത്. നമ്മൾ തമ്മിൽ പോയ ആദ്യത്തെ അസൈൻമെൻറ്റുകളിലൊന്ന് എനിക്കൊന്ന് അയോധ്യയിലെ ശിലാന്യാസം. ഇന്നത്തെ അയോധ്യയല്ല, അന്ന് അയോധ്യ പ്രക്ഷോഭകാലത്താണ് നമ്മുടെ യാത്ര തന്നെ വളരെ റിസ്കി ആയിരുന്നു. അതിനുശേഷം നമ്മൾ നിരന്തരം യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ നമ്മൾ ബീഹാർ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ പോയി. കാശ്മീർ തിരഞ്ഞെടുപ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഗ്രയിൽ മുഷറഫിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ശരിക്കും ഹിന്ദി തന്നെ അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടമാണ്. ഞാൻ വന്ന ഒരു പീരീഡാണ്. ശരിക്കും ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴോ ഒരാളോട് സംസാരിക്കുമ്പോഴോ ഉണ്ണിയാണ് പലപ്പോഴും എനിക്കത് പരിഭാഷപ്പെടുത്തി തന്നത്. ഉണ്ണിയോട് എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, തോട്ടക്കാട് എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ജോലി അന്വേഷിച്ച് ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിൽ വന്നിട്ട് പിന്നെ ഫോട്ടോഗ്രാഫിയാണ് അല്ലെങ്കിൽ ക്യാമറയാണ് എൻ്റെ തുടർന്നുള്ള ജീവിതം എന്ന് കണ്ടെത്തിയത് എങ്ങനെയാണ്? അത് ഞാൻ 84ലാണ് 84ലാണ് ഡൽഹിയിലേക്ക് വരുന്നത്. ഡൽഹിയിൽ എൻ്റെ മൂത്ത സഹോദരനോട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോടൊപ്പം ഞാൻ ഹരിനഗർ എന്ന സ്ഥലത്താണ് താമസിച്ചത്. ഞാൻ ഡൽഹി വന്ന് ഏതാണ്ട് 11ാം ദിവസമാണ് ഇന്ദിരാഗാന്ധി വെടിവെച്ചു കൊല്ലുന്നത്. ഭീകര സിഖ് കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയമാണ്. കാരണം ഹരിനഗർ എന്ന സ്ഥലം കൂടുതൽ സിഖുകാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഷോപ്പുകളൊക്കെ രാവിലെ തന്നെ 7 മണിയോടുകൂടി തന്നെ ഷോപ്പുകളൊക്കെ കുത്തി തുറന്ന് 1ഉം 2ഉം TV എടുക്കാവുന്നവൻ 2 TV എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അങ്ങനെ പോവുക. കാരണം മൊത്തം കൊള്ള. പിന്നെ എവിടെ സർദാറിനെ കണ്ടാലും അവനെ അടിച്ചു വീഴ്ത്തുക. പഞ്ചാബികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിച്ചു വീഴ്ത്തുക, അവനെ തീയിടുക. ടയറിനകത്തേക്ക് സർദാറിനെ പിടിച്ചിട്ട്, അന്ന് എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല, നമ്മൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ഒരു ജോലി തേടി ഡൽഹിയിലേക്ക് വന്നതാണ്. അപ്പം ഈ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് 1-2 ദിവസം കണ്ടിന്യൂസ് ആയിരുന്നു ഈ സംഭവം. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഡൽഹിയിൽ നിൽക്കണ്ട, തിരിച്ചു പോകണം എനിക്ക്. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ തകർന്നുപോയി. മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സീൻ കാണുക എന്ന് പറയുമ്പോൾ നേരിട്ട് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് തളർന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനല്ല, ഇതൊക്കെ ഇവിടെ നടക്കും, നീ വെയിറ്റ് ചെയ്യ്. അങ്ങനെയാണ് ഞാൻ ജനപുരിയിൽ ചെറിയ ജോലികൾ ഓരോന്ന് നോക്കിയിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു 86 കൂടിയാണ് ജനപുരിയിൽ ഒരു സ്റ്റുഡിയോയിൽ ഞാൻ
ഡാർക്കും അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സേവകൻ, ഒരു മലയാളിയാണ്, ചങ്ങനാശ്ശേരിക്കാരനൊരു മലയാളിയാണ്, ചിത്രാലയ സ്റ്റുഡിയോ എന്ന് പറയും. ആ സ്റ്റുഡിയോ ഇന്നില്ല. അവിടെ ഡാർക്കും അസിസ്റ്റൻ്റായിട്ട് കയറി. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്. ഫോട്ടോഗ്രാഫിയുടെ എ ബി സി ഡി പഠിക്കുന്നത്. കാരണം ഇത് വാഷ് ചെയ്യാനും, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലഘട്ടമാണ്, കളറില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അത് ആ സമയത്ത് ആ ഇതിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാൻ നേരെ മിഡ് ഡേ എന്ന് പറയുന്ന, അതായത് ബോംബെ മിഡ് ഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ബോംബെ മിഡ് ഡേ ഡൽഹിയിലേക്ക് വന്ന് ഡൽഹി മിഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ അവിടെ ഡാർക്കും അസിസ്റ്റൻ്റായിട്ട് കയറുകയാണ് ഉണ്ടായത്. അതിൽ കയറിയതിന് ശേഷം ഞാൻ ഡാർക്കൂമിൻ്റെ പണിയേ ചെയ്തിട്ടുള്ളൂ. അവിടുത്തെ പ്രിൻ്റ് വാഷ് ചെയ്യുക, അവിടെ ഇത് പേജ് ഉണ്ടാക്കാനുള്ള ബ്രൊമൈഡ് വാഷ് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ സബ് എഡിറ്ററായിരുന്ന വെങ്കടേശ്വർ റാവു, അയാൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് മലയാളമൊക്കെ പറയും. ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ അത്രയും പ്രായമുള്ള ചെറുപ്പക്കാരനായ മനുഷ്യൻ. പുള്ളി എന്നോട് ചോദിച്ചു, ഉണ്ണി എന്നോട് പറയും എപ്പോഴും, ഉണ്ണി ലൈബ്രറിയിൽ നിന്ന്, അപ്പം ബോംബെ ലൈബ്രറിയിൽ നിന്ന് കുറേ ചിത്രങ്ങൾ ഡൽഹി ഓഫീസിലേക്ക് വന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പല പൊളിറ്റീഷ്യൻ്റെ മാറ്റി വെച്ചു. അങ്ങനെയെല്ലാം ഓരോന്നോരോന്ന് ഞാനതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പുള്ളി ഓരോ പേജിൻ്റെ ആവശ്യത്തിന് ചിത്രങ്ങൾ ചോദിക്കുമ്പം ഞാനാണ് ഈ ചിത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉണ്ണി ഇത്രയും നന്നായിട്ട് ചിത്രങ്ങൾ സെലക്ട് ചെയ്യാൻ അറിയാം, ഉണ്ണിക്ക് എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫി ചെയ്തുകൂടാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലും എനിക്കും ഒരാഗ്രഹം ഫോട്ടോഗ്രാഫറാകാം. കാരണം എനിക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അറിയില്ലെങ്കിലും നോക്കാം എന്നുള്ള ഒരു രീതിയിലേക്കായി. ഈ വാഷിംഗ് അല്ലാതെ വേറെ ഒന്നും നമുക്കറിയില്ല, ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുമില്ല. അങ്ങനെ ഞാൻ പെൻഡെക്സ് ക്യാമറ, അന്ന് 20,000 രൂപയായ ക്യാമറയുടെ വില, പെൻഡെക്സിൻ്റെ ഒരു ക്യാമറ വാങ്ങും. അത് സത്യം പറഞ്ഞാൽ അന്ന് കയ്യിൽ പൈസ ഇല്ല, ആ പൈസ കടം മേടിച്ചിട്ടാണ് ഈ ക്യാമറ വാങ്ങി ആ ക്യാമറ കൊണ്ട് മിഡ് ഡേ എന്ന് പറയുമ്പം 12 മണിക്ക് ഇറങ്ങും. അപ്പോൾ രാവിലെ 7 മണിക്ക് ഓഫീസിൽ, ഉച്ചയ്ക്കുള്ള പത്രം 7 മണിക്ക് ഓഫീസിലെത്തി. അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് രാവിലത്തെ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായോ, അങ്ങനെയുള്ള ചിത്രങ്ങളാണ് അവർക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് 101 വിളിക്കും, എവിടെയെങ്കിലും ഫയറിംഗ് ഉണ്ടോ എന്ന് ചോദിക്കും. 100 വിളിക്കും, എവിടെയെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ചോദിക്കും. അങ്ങനെ ആ സ്ഥലത്തേക്ക് പോവുക, പടം എടുക്കുക, കൊണ്ടുവരിക, മിഡ് ഡേയുടെ ഫ്രണ്ട് പേജ് അടിക്കുക. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മിഡ് ഡേ ഫോട്ടോഗ്രാഫറുടെ പോസ്റ്റ് വന്നു. മിഡ് ഡേയിൽ ഇരിക്കുന്ന സമയത്താണ് VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പം, അതിന് മുമ്പ് ഒരു സംഭവം കൂടുണ്ട്. ഈ രാജീവ് ഗാന്ധിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ കവർ ചെയ്യാൻ കരോൾ ബാഗിൽ ഞാൻ പോയി. മിഡ് ഡേ ജോലി ചെയ്തിട്ടുണ്ടെന്ന് കാലത്ത്, ഡൽഹി, അതെ, കരോൾ ബാഗിൽ. അപ്പം കരോൾ ബാഗിൽ സ്റ്റേജ്, ഈ കോൺഗ്രസിൻ്റെ ഒരു കുഴപ്പമുണ്ട്, നേതാക്കളുടെ കൂടെ എല്ലാവരും ഇടിച്ച് സ്റ്റേജിലേക്ക് തിരക്ക്. ആ തിരക്കിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റേജിൻ്റെ ഒരു സൈഡ്, അപ്പോൾ രാജീവ് ഗാന്ധി ഇങ്ങനെ വീഴാൻ പോയി. അതായിരുന്നു പിറ്റേ ദിവസം മിഡ് ഡേയുടെ ചിത്രമാണ്. അതെ, എൻ്റെ ചിത്രം. അത് കഴിഞ്ഞ് എനിക്ക് മിഡ് ഡേയിലുണ്ടായ മറ്റൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നു. ഇവിടെ സ്റ്റുഡൻസ് ബഹളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബഹളം, എല്ലായിടത്തും പോലീസ് ലാത്തിച്ചാർജ് പ്രശ്നങ്ങൾ. ഞാൻ 3 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, ലക്ഷ്മി നഗർ പോകുന്ന റൂട്ടിൽ ഭയങ്കര പോലീസ് ലാത്തിച്ചാർജ് നടക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആ റൂട്ടിൽ നടന്നു പോവാം. കുറച്ച് നടന്നു ചെന്നപ്പോൾ പോലീസുകാർ ഈ കുട്ടികളെ ഭയങ്കര ഭീകരമായി തല്ലിച്ചതയ്ക്കാണ്. ഞാൻ പടം എടുത്തിട്ട് തിരിയുമ്പം എൻ്റെ പുറത്തൊരു പോലീസുകാരൻ തോക്ക് ചൂണ്ടിയിരിക്കുന്നു, ഫിലിം എടുക്കണം. ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചു പോയി. എന്ത് ചെയ്യും? ഫിലിം എടുക്കണമെന്ന് പറഞ്ഞു. ഫിലിം ഇയാളുടെ ക്യാമറയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അയാൾ പറയുന്നത്. ഫിലിം എടുക്കണം, ഫിലിം നികാലോ എന്നാണ് അവൻ ഒച്ച അലർന്ന്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫിലിം റോൾ ചെയ്തിട്ട് ഈ ഫിലിം എടുത്തിട്ട് ഒറ്റ ഏറ് കൊടുത്തു. അത് പോയി അവിടെ ഒരു സൈഡിൽ, അന്ന് ഇങ്ങനത്തെ ഈ ഡൽഹിയുടെ സിറ്റുവേഷനേ അല്ല, മുഴുവൻ കാട് പിടിച്ച ഏരിയകളാണ്. ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, ഫിലിം ഞാൻ കളഞ്ഞു, വിട്ടുപൊക്കോ, ഇവിടുന്ന് പെട്ടെന്ന് നീ വിട്ടുപൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വിട്ടുപോയി. ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഓഫീസിലെ പിയൂണും കൂടെ പോയിട്ട് ആ ഏരിയ അരിച്ചു പെറുക്കി ആ ഫിലിം കിട്ടി. പിറ്റേ ദിവസം മിഡ് ഡേയിലെ ചിത്രം ഈ പിള്ളേരെ തല്ലിച്ചതയ്ക്കുന്ന ചിത്രമായിരുന്നു. അത് ആ ഒരു കുറേ ദിവസങ്ങൾ ഈ മണ്ഡൽ കമ്മീഷൻ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇത്തരം പ്രക്ഷോഭങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ അത്തരം പ്രക്ഷോഭങ്ങൾ പകർത്തിക്കൊണ്ടാണ് ഉണ്ണി ജീവിതം, അല്ലെങ്കിൽ ഇവിടുത്തെ ഫോട്ടോഗ്രാഫറുടെ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഉണ്ണി
അധികാര കൈമാറ്റങ്ങൾ, അധികാരത്തിൻ്റെ ആരോഹണങ്ങൾ അവരോഹണങ്ങൾ, എത്രയോ പ്രധാനമന്ത്രിമാർ, എത്രയോ രാഷ്ട്രപതിമാർ, അവരുടെ എല്ലാം പ്രവർത്തന കാലഘട്ടം മുഴുവൻ ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഉണ്ണിക്ക് പകർത്താൻ സാധിച്ചു. ഇതിനകത്ത് എനിക്ക് ഗ്യാനി സെയിൽ സിംഗ് മുതൽ ദ്രൗപദി മുർമു വരെ, രാജീവ് ഗാന്ധി മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ, അങ്ങനെ ഇത്തരം നേതാക്കളുടെ ഒരു ജീവിത കാലഘട്ടം, പ്രവർത്തന കാലഘട്ടമൊക്കെ ഉണ്ണിയുടെ ക്യാമറയുടെ കടന്നു വന്നിട്ടുണ്ട്. ഇത്തരം വലിയ VIP കവറേജുകൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കവറേജുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതിൽ വ്യത്യസ്തമായ ഓരോ വ്യക്തികളാകുമ്പോൾ ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇപ്പം APJ അബ്ദുൽ കലാം, അദ്ദേഹം രാഷ്ട്രപതിയായിരുന്ന കാലഘട്ടം സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായ കാലഘട്ടമായിരുന്നു. കാരണം ഫോട്ടോ ജേർണലിസത്തിന് ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പടം എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും പുള്ളി ചോദിക്കും ഓക്കെ, യു ആർ ഓക്കെ. ആ ഒരു ചോദ്യമെന്ന് പറയുന്നത് തന്നെ നമ്മളോടുള്ള അദ്ദേഹത്തിനുള്ള ആ ഒരു കരുതൽ അതുപോണക്കൊരു വ്യക്തിത്വമായിരുന്നു വാജ്പേയി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയില്ലെങ്കിലും വാജ്പേയിയുടെ രണ്ടാമത് സാറേ പിക്ചർ നെയ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം രണ്ടാമത് അത് കൈപൊക്കാൻ പറഞ്ഞാൽ കൈപൊക്കുമായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു അടൽ ബിഹാരി വാജ്പേയിക്കുണ്ടായിരുന്നു. പിന്നീട് വന്ന പ്രധാനമന്ത്രിമാരിൽ മൻമോഹൻ സിംഗിന് മെയിൻലി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നതുകൊണ്ടും SPG പൊതിഞ്ഞ് നടന്നിരുന്നതുകൊണ്ടും പല സന്ദർഭങ്ങളിലും നമ്മൾ SPGയോട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പടങ്ങൾ എടുക്കാൻ വേണ്ടി. ഒന്ന് SPG ഒന്ന് സൈഡ് തരൂ, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കൂ, അല്ലെങ്കിൽ ഒന്ന് ഇത് ചെയ്യൂ, പടം എടുക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്ക് ഈ സിറ്റുവേഷൻ പിന്നെയും മാറ്റങ്ങൾ വന്നു. കാരണം നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹം SPGകളെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി. പുള്ളി തന്നെ എല്ലാം പുള്ളിക്കറിയാം ഫോട്ടോഗ്രാഫി എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ വിഷ്വൽ എങ്ങനെയാണ് വരേണ്ടതെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ മൻമോഹൻ സിംഗ് ആണെങ്കിൽ തന്നെ ഞാൻ മൻമോഹൻ സിംഗ് വീഴുന്ന എൻ്റെ കയ്യിൽ 1-2 സന്ദർഭങ്ങളിൽ മൻമോഹൻ സിംഗ് കാല് വഴുതി വീഴുന്ന ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ കാല് വഴുതി വീണതല്ല, ഒരു അവാർഡ് ഫംഗ്ഷന് പോയപ്പം അവാർഡിയുടെ കയ്യിലിരുന്ന വടി മുന്നോട്ട് നീക്കി വെച്ച് പുള്ളിയെ ക്രോസ് ചെയ്ത വഴി അതിൽ തട്ടി പുള്ളി വീണു. അങ്ങനത്തെ കുറേ ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർമാരുടെ കാര്യം പറയുമ്പോൾ വേറൊരു സംഭവം പറയാനുണ്ട്. ഈ പ്രൈം മിനിസ്റ്ററിൽ രാജീവ് ഗാന്ധിക്ക് ശേഷം വന്ന പ്രൈം മിനിസ്റ്റർമാർ, അതായത് HD ദേവഗൗഡ, IK ഗുജറാൾ, VP സിംഗ്, ഇവരൊക്കെ ഒരു വർഷം കഷ്ടിച്ച് ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാജ്പേയി വന്നു 13 ദിവസം, പിന്നെ 13 മാസം, ചെറിയ കാലഘട്ടം, എല്ലാം ചെറിയ കാലഘട്ടങ്ങൾ. അതിനകത്ത് കൂടുതലായിട്ട് വന്നു നരസിംഹറാവു മാത്രമേ 5 വർഷം പൂർത്തിയായുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വാജ്പേയി 3ാമത് വരുമ്പോഴാണ് പിന്നെ 5 വർഷം അദ്ദേഹം പൂർത്തിയാക്കിയത്. ഉണ്ണി യഥാർത്ഥത്തിൽ ഉണ്ണിയുടെ ക്യാമറ ഇതിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പാഠപുസ്തകമാണ്. ഇത് കേട്ടിരിക്കുന്നവർക്കും പുതിയ തലമുറയ്ക്കും ഇതൊരു അനുഭവ പാഠം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഉണ്ണി യാത്രകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ക്യാമറകളുടെ സഞ്ചാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രദേശം വിട്ടുപോകുന്ന ഒരു യാത്രകളും കൂടിയാണ്. അത് തെരഞ്ഞെടുപ്പ് യാത്രകളിൽ നിരന്തരം സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ യാത്രകളിലും ഈ പറഞ്ഞ പോലെ ഇത്തരം ഈ നേതാക്കളുടെ എല്ലാം പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങൾ, മൂവ്മെൻറ്റ്സ് എല്ലാം ഉണ്ണി പകർത്തിയിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ഒത്തിരി കാണില്ലേ ഉണ്ണി? തീർച്ചയായിട്ടും. അതായത് ഇലക്ഷൻ കവറേജ്, ഇലക്ഷൻ പോകാത്ത സ്ഥലങ്ങൾ ഞാൻ ഏതാണ്ട് ചുരുക്കമാണ്. എല്ലാ സ്റ്റേറ്റുകളിലും പോയി. ഇലക്ഷൻ കവറേജിൽ മെയിനായിട്ട് വരുന്ന സ്റ്റേജ്, അതായത് സമ്മേളനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ബാക്കി വരുന്ന ഇൻ്റർവ്യൂകളാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. 2024 കാശ്മീർ യാത്ര ഞാനും മനോജും ഒരുമിച്ചാണല്ലോ യാത്ര. അത് ഒരു പുതിയ അനുഭവമായിരുന്നു. കാരണം ഞാൻ കാശ്മീരിൽ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാശ്മീരിൽ പോകുന്നത്. ആ കാശ്മീരിൽ പോയി ഇലക്ഷൻ കവറേജിന് പോയ ആ സമയത്ത് ഞാൻ കണ്ട കാശ്മീരല്ല ആ സമയത്ത്. കാരണം ഞാൻ വായിച്ചതും അറിഞ്ഞതുമായ കാശ്മീരല്ല, അതിലൊക്കെ ഒത്തിരി വ്യത്യസ്തമായ കാശ്മീരായിരുന്നു ഞാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം. മനോജ് എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അതിന് മുമ്പ് പോയ കാശ്മീരിൻ്റെ അവസ്ഥ. അതെ.
അപ്പം ഞാനവിടെ മനോജിനൊപ്പം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി. എന്നെ മനോജ് എന്താണ് പറയുക, പാകിസ്ഥാൻ്റെ ഏതാണ്ട് ബോർഡർ അതെ അവസാന ഗ്രാമം വരെ നമ്മൾ പോയി. അവിടുത്തെ അവരുടെ ജീവിതങ്ങൾ നമുക്ക് ക്യാമറയിലൂടെ പകർത്താൻ സാധിച്ചു. അതൊക്കെ ജീവിതത്തിലെ വലിയ വലിയ അനുഭവങ്ങളാണ്. കാരണം നമുക്ക് ഒരിക്കൽ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് അന്ന് ചെയ്യാൻ പറ്റിയത്. അതെല്ലാം ഇത് മാതൃഭൂമിയുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഈ സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതായത് പണ്ട് ഫിലിം റോളിട്ട് അതിന് പിന്നീട് വന്ന് ഡാർക്ക് റൂമിൽ വന്ന് അത് വാഷ് ചെയ്ത് ഒക്കെ കൊടുക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിസ്സാരമായിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് വന്നു, ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നു. തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം, ഈ ഒരു പരിണാമം പിന്നെ ഉണ്ണി അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി. ഉണ്ണി അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കുറച്ചുകൂടി ഈസിയായി മാറുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ടോ? അല്ല, അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ CPM-ൻ്റെ സമ്മേളനം, ചണ്ഡീഗഡിൽ നടക്കുന്ന സമ്മേളനം, EMS നമ്പൂതിരിപ്പാട് പങ്കെടുത്ത സമ്മേളനം, EMS നമ്പൂതിരിപ്പാട് ലാസ്റ്റ് പ്രസംഗിച്ച EMS നമ്പൂതിരിപ്പാടാണ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. ആ ചിത്രം എടുത്തിട്ട് ഞാൻ ട്രെയിൻ കയറി ഡൽഹി വന്ന് ഇതേ ഓഫീസിൽ അന്ന് ഇവിടെ ഡാർക്ക് റൂമുണ്ട്, ഡാർക്ക് റൂമിൽ എനിക്ക് ഓർമ്മയുണ്ട് ഫിലിം വാഷ് ചെയ്ത് പ്രിൻ്റ് അടിച്ച് ആ പ്രിൻ്റ് അന്ന് സ്കാനിങ്ങും ആയിട്ടില്ല. അന്ന് നമ്മൾ ഫാക്സ് ട്യൂൺ എന്നൊരു സാധനമുണ്ട്, ഫാക്സ് ട്യൂൺ. ആ ഫോട്ടോ ഫാക്സ് ട്യൂൺ ഇട്ടിട്ട് ആ സാധനം അയക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം പത്രത്തിൽ ഒരുമാതിരി നന്നായിട്ട് വരും എന്ന്. കാരണം അന്നത്തെ പത്രത്തിൻ്റെ വ്യത്യാസമുണ്ടല്ലോ, മിക്കവാറും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഒരുമാതിരി നമുക്ക് കാണാൻ പറ്റും. ആ ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നു, ഓരോ സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് വന്നു. ഇപ്പോഴും ഫോട്ടോഗ്രാഫി അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് എന്തിലേക്ക് മാറുമെന്ന് നമുക്കറിയില്ല. ഏത് രീതിയിലേക്ക് ടെക്നോളജി ഏത് രീതിയിലേക്ക് മാറുമെന്നറിയില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങി, അത് പിന്നെ കളറിൽ നിന്ന് അത് ഡിജിറ്റലായി, ഫിലിമില്ലാതെ, ഫിലിമിൻ്റെ ആവശ്യമില്ല, ഡിജിറ്റലായപ്പോൾ കുഴപ്പമെന്നു വെച്ചാൽ പല ഫോട്ടോഗ്രാഫർമാരും പലയിടത്തും പോയി കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് ഒരു 300-400 സ്നാപ്പ് അടിച്ചു കളയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഒരു റോളിൽ 36 ഉള്ളൂ. അതിൽ കൂടുതലെടുത്തു കഴിഞ്ഞാൽ മിഡ്ഡേയിലൊക്കെ ചോദിക്കും, നിങ്ങൾ എത്ര എണ്ണം എടുത്തു, എത്ര സ്നാപ്പ്. ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ 5 സ്നാപ്പിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. അവിടുന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ചിത്രം എടുക്കാവുന്ന അവസ്ഥയിലേക്ക് ടെക്നോളജി എത്തി. അതുപോണക്ക് ഇന്ന് മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ടെക്നോളജി അവിടെ എത്തിയെങ്കിലും ഇന്ന് ഫോട്ടോഗ്രാഫർമാർക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് പിടിച്ച സമയമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇന്ന് വിഷ്വൽ മീഡിയ ഭയങ്കരമായി കൂടി. വിഷ്വൽ മീഡിയ, ടെലിവിഷൻ, അതെ അതുകൂടി. കൂടി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓരോ ഫംഗ്ഷൻ എത്തുമ്പോഴും 10-200 പേരാണ് ഫോട്ടോഗ്രാഫർമാരും ക്യാമറാമാന്മാരും. അപ്പോൾ അതിനകത്താണ് നമ്മളൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ അത് ന്യൂസിനെ കുറച്ച് ആധാരമാക്കിയും ന്യൂസിനോട് റിലേറ്റഡായും വേണം ചിത്രം എടുക്കാൻ. അതെ, തീർച്ചയായും എത്രയോ പടങ്ങൾ എൻ്റെ മനസ്സിലുള്ള മറ്റൊരു പടം എന്ന് വെച്ചാൽ, മൻമോഹൻ സിംഗ് ആരുടെയോ ഒരു മരണമാണ്. ചടങ്ങിൽ മൻമോഹൻ സിംഗ് പ്രസംഗിക്കാൻ വന്നപ്പം ആ പോഡിയം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ ബാനറാണ് അതിലും ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് മൻമോഹൻ സിംഗ് പ്രസംഗിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനായ പ്രധാനമന്ത്രി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രസംഗിക്കുക. അതൊരു വ്യത്യസ്തമായ പടമാണ്. എൻ്റെ മനസ്സിൽ തോന്നിയത് ഭയങ്കര വ്യത്യസ്തമായൊരു പടമാണ്. കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനും ഇവിടെ ഈ ചിഹ്നം, അരിവാൾ ചുറ്റിയ ചിഹ്നം വരുമ്പം ആ പടത്തിന് തന്നെ ഒരു വ്യത്യാസം വന്നു. അതുപോലെ അത്യാഹിതങ്ങൾ, അതുപോലെ ദുരന്തങ്ങൾ നേരത്തെ നമ്മൾ പലതും ചർച്ച ചെയ്തു. അതിനകത്ത് ഈ പറഞ്ഞ ദാദ്രി പിന്നെ വിമാനാപകടം, അത് കവർ ചെയ്ത പിന്നെ അനുഭവം. ദാദ്രി ഞാനും വസന്തും കൂടാണ് പോയത്. ഇവിടുന്ന് ഞങ്ങൾ ദാദ്രി 2 പ്ലെയിൻ തമ്മിൽ ക്രാഷ് ആകുമായിരുന്നു. അതിൽ ഒരു പ്ലെയിൻ സൗദിക്ക് അങ്ങനെ പോകേണ്ട എന്തോ ഒരു ഫ്ലൈറ്റായിരുന്നു. അതിൽ കണ്ടമാനം മലയാളികളുണ്ടായിരുന്നു. ആ ദാരുണത്തിൽ ഒത്തിരി മലയാളികൾ മരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പം അവിടുത്തെ കംപ്ലീറ്റ് ബോഡികളെല്ലാം മാറ്റി കഴിഞ്ഞ് ഇതൊരു പാടത്തിൻ്റെ നടുക്കാണ് ഇത് തകർന്നു വീണു. അപ്പോൾ അവിടുന്ന് ചിത്രങ്ങളെടുത്ത് ഈ അടുത്തുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം കരിഞ്ഞ, അതായത്
കണ്ടാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന മനുഷ്യ അവയവങ്ങളാണ് മുഴുവൻ. അത് ഓരോന്നും പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇങ്ങനെ കെട്ടി 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 വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മലയാളി ഫാമിലി അവരവരുടെ മകളെ അന്വേഷിക്കുകയാണ്. ഇതിനകത്ത് എങ്ങനെ മകളെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പം ഞങ്ങളും അതിൻ്റെ കൂടെ കൂടി. അങ്ങനെ ഓരോ ബോഡികളിൽ ഇങ്ങനെ തപ്പി തപ്പി വന്നപ്പം ഒരു കൈപ്പത്തിയിൽ ഒരു കൈയുടെ ഫുൾ ഭാഗമുണ്ട്. ആ കയ്യിൽ മോതിരം, കല്യാണ മോതിരം ആ കയ്യിൽ കണ്ടിട്ട് ഇതാണ് ആൾ എന്ന് ഐഡൻറ്റിഫൈ. അതുപോലൊക്കെയുള്ള ആ രംഗങ്ങളൊന്നും മനസ്സിൽ നിന്ന് നമുക്കൊരിക്കലും മായത്തില്ല. കാരണം ആ കുടുംബത്തിൻ്റെ വേവലാതി എന്ന് പറയുന്നൊരു സാധനം അത്, കാരണം ആളിനെ കാണാനില്ല, ആളുടെ ബോഡി പോലും കാണാനില്ലാത്തൊരു അന്തരീക്ഷമാണ് അത്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ഒത്തിരി വിഷമസന്ധ്യകൾ കടന്നുകൂടിയ സന്ദർഭങ്ങളാണ് കൂടുതലുള്ളത്. സന്തോഷങ്ങളുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിഷമങ്ങളാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒരു പത്രപ്രവർത്തകൻ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമങ്ങളിലേ വരുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സീനുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ജീവിതമാണ്, മനുഷ്യന്റെ ജീവിതവും പ്രകൃതി. അതെ, മനുഷ്യനും പ്രകൃതിയാണ് ജീവിതമാണ്. അതെ അതെ അതെ, തീർച്ചയായും. ചിത്രങ്ങളായാലും ശരി, വാർത്തകളായാലും ശരി, പത്രപ്രവർത്തകൻ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യ ജീവിതം. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നതും വ്യക്തിപരമായിട്ട് ഉലയ്ക്കുന്നതുമായിട്ടുള്ള ഒരുപാട് രംഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതുപോലെ തന്നെ ഉണ്ണി വരുമ്പോഴുള്ള ഡൽഹി അല്ലത് ഇപ്പോഴുള്ളത്. സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഡൽഹി ഒരുപാട് മാറി. അത് പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയം മാറി, എൻ്റെ ഉള്ളടക്കം മാറി, എൻ്റെ സമീപനങ്ങൾ മാറി, ജീവിത രീതികൾ മാറി. ഈ മാറ്റങ്ങളെ പിന്നെ വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു വാർത്താ ചിത്രം പകർത്തുന്ന ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത്? അത് മെയിൻലി മനോജെ, നമ്മൾ ഡൽഹിയിൽ വരുന്ന സമയത്ത് പലയിടത്തും വഴികൾ പോലുമില്ലായിരുന്നു. ഞാൻ 84 വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും വഴികൾ പോലും ഇല്ല. ഈ കനോട്ട് പ്ലേസിലൊന്ന് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി ബസ് കാത്തു നിന്ന്, സംവിധാനങ്ങൾ മാറും, ബസ് കാത്തു നിന്ന്. ഞാൻ അരുന്നേറി താമസിക്കുക, അവിടുന്ന് 840 ബസ് പിടിച്ച ഒറ്റ ബസ്സേ ഉള്ളൂ അവിടുന്ന് 840 കനോട്ട് പ്ലേസിൽ വരണമെങ്കിൽ. ആ കാലഘട്ടത്തിൽ നിന്ന് ഭയങ്കരമായിട്ട്, അതായത് ആനയെ ആടുമ്പോഴുള്ള വ്യത്യാസം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര കണ്ട് ഡൽഹി മാറിപ്പോയി. ഡൽഹിയുടെ കംപ്ലീറ്റ് അതായത് ഈ കനോട്ട് പ്ലേസ് പോലും മാറിപ്പോയി. കനോട്ട് പ്ലേസിൻ്റെ കംപ്ലീറ്റ് ചുറ്റളവ് മാറിപ്പോയി. ബിൽഡിങ്ങുകൾ കൂടുതൽ വന്നു. ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് പഴയ പാർലമെൻറ്റ് എന്ന് പറഞ്ഞ പോലെ, പഴയ പാർലമെൻറ്റ് കാണുമ്പം പഴയ പാർലമെൻറ്റാണ് മനോഹരം എന്ന് പറയുന്നുവെങ്കിലും മൊത്തം ഡൽഹിയുടെ അറ്റ്മോസ്ഫിയർ തന്നെ കംപ്ലീറ്റ് മാറ്റി എഴുതപ്പെട്ടു. കാരണം ഈ മെട്രോ വന്നതോടുകൂടി അണ്ടർഗ്രൗണ്ട് ഇതായി മൊത്തം, അതായത് ഒരു ഭീകരമായ ലോങ് ചേഞ്ചിങ് ആണ് വന്നിരിക്കുന്നത്. ലോങ് ചേഞ്ചിങ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ചേഞ്ചിങ് ആണ് ഡൽഹിയിൽ വന്നിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം, കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, ഡൽഹിയുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ഇപ്പോൾ കോൺഗ്രസ്സാണ് തെരഞ്ഞെടുപ്പിനെ വിജയിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭ രൂപവൽക്കരണം തുടങ്ങി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് മുതൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുതുതായിട്ട് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് വരെ ഉണ്ണി കവർ ചെയ്തു. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഡൽഹിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള ഹൗസാണ് അതിൻ്റെ ഒരു വലിയ ശ്രദ്ധാകേന്ദ്രം. അവിടെ നിന്നും ഉണ്ണിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അതായത് എൻ്റെ ഓർമ്മയിലത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിൻ്റെ കഴിഞ്ഞതിന് ശേഷമുള്ള മുഖ്യമന്ത്രിയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. മെയിൻലി K. കരുണാകരനാണ്. അപ്പോൾ മുസ്തഫയും ഞാനും ഉള്ളൂ ഫോട്ടോഗ്രാഫർമാർ. അപ്പോൾ കരുണാകരൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാതൃഭൂമിയുടെ മനോരമയുടെ ഫോട്ടോഗ്രാഫർ വന്നോ എന്ന് ചോദിച്ചിട്ട് ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളായിരുന്നു. അത് മുന്നോട്ട് ഓരോ ആൻ്റണിയായി മാറി, ഓരോരുത്തരും മാറി വന്നപ്പോൾ ആൻ്റണി കേന്ദ്രമന്ത്രിയായ സമയത്ത് എൻ്റെ വ്യത്യസ്തമായ ഒരു പടം ഉണ്ടായിരുന്നു. അതായത് ആൻ്റണി പട്ടാള വേഷത്തിൽ, അദ്ദേഹം ലഡാക്കിലും എവിടെ പോയിട്ട് പട്ടാള വേഷത്തിൽ ഡൽഹിയിൽ വന്നിറങ്ങി ആ ചിത്രം. അത് ഏതോ ഒരു ചാനലുണ്ടായിരുന്നു, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ പുള്ളി ഞാൻ മാത്രം ആ ചിത്രം, എനിക്ക് ഏഷ്യാനെറ്റ് ആണോ എന്ന് സംശയമുണ്ട്, ഞാൻ മാത്രം ആ ചിത്രം എടുത്തിട്ടുള്ളൂ. അങ്ങനെ കരുണാകരൻ്റെ വീട്ടിലെ ഒത്തിരി അനുഭവങ്ങൾ, കരുണാകരൻ്റെ വീട്ടിലെ പൊളിറ്റിക്കലായിട്ട് ഒത്തിരി അനുഭവങ്ങൾ. അതിൻ്റെ മറ്റൊരാളാണ് കെ വി തോമസ്. അതായത് കെ വി തോമസിന് മന്ത്രിസ്ഥാനം കരുണാകരൻ വാങ്ങിക്കൊടുക്കുന്നു.
അത് കരുണാകരൻ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി അത് സംസാരിച്ചിട്ട് കരുണാകരൻ്റെ വീട്ടിലേക്ക് കരുണാകരൻ വന്നപ്പം കെ വി തോമസ്, ഞാനപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്, കരുണാകരൻ വരാൻ വേണ്ടി ഞാനവിടെ വെയിറ്റ് ചെയ്യാം. കരുണാകരൻ വന്നിട്ട് പറഞ്ഞു, ആ തോമസേ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കരുണാകരൻ്റെ കൈ പിടിച്ച് കെ വി തോമസ് ചുംബിക്കുകയാണ്. നമുക്ക് മാത്രം, മാതൃഭൂമിക്ക് മാത്രമുള്ള ചിത്രമാണ് അത്. പിറ്റേ ദിവസം ലീഡർ ശരണം ഗച്ഛാമി എന്ന ഇതോടുകൂടി ആ ചിത്രം കാച്ചുവേടോടുകൂടി 1-ാം പേജ് ആ ചിത്രം അടിച്ചു. പിന്നെ എം പി വീരേന്ദ്രകുമാർ എന്ന വീരേന്ദ്രകുമാർ സാറെന്ന് പറഞ്ഞാൽ ഞാൻ വീരേന്ദ്രകുമാർ സാറും മന്ത്രിയായിരിക്കുമ്പോൾ മുതൽ ഞാൻ മാതൃഭൂമിയിൽ കവർ ചെയ്യാം, ഞാൻ മാതൃഭൂമി കവർ ചെയ്യാം. അപ്പം വീരേന്ദ്രകുമാർ സാറിനോട് ഞാൻ കുറേ യാത്രകളും ചെയ്തിട്ടുണ്ട്. ഓരോ യാത്രകളിലും ചിത്രങ്ങളെടുക്കുമ്പോഴും സാറൊന്നിനും ഒരു എതിര് പറയുന്ന വ്യക്തിത്വമല്ല. എന്ത് നിനക്ക് തോന്നിയോ നീ അത് ചെയ്യുക എന്നുള്ളതാണ് സാറിൻ്റെ ചിന്ത. ഏറ്റവും ഒടുവിൽ അടുവിലത്തെ കാലഘട്ടങ്ങളിലാണ് ഈ പഹൽഗാം പിന്നെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഉണ്ണിയുടെ പിന്നെ ഫോട്ടോഗ്രാഫി ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ ഒടുവിലത്തെ ഒരു അധ്യായങ്ങളിലൊന്നാണ് ഔദ്യോഗിക ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ. ഈ പഹൽഗാം ഭീകരാക്രമണം അത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ആദ്യ മാധ്യമ സംഘത്തിലൊന്നാണ് മാതൃഭൂമി. അതിനകത്ത് റിപ്പോർട്ടറായിട്ടുള്ള സീനിയർ കറസ്പോണ്ടൻ്റായിട്ടുള്ള ഷൈൻ മോഹനും ഉണ്ണിയുമാണ് അവിടെ ആദ്യം എത്തിയതിൽ ഒരു സംഘത്തിൽ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ. നിങ്ങളെത്തുമ്പോൾ യഥാർത്ഥത്തിൽ 2-ാം ദിവസം, അതായത് ആക്രമണം നടന്നതിൻ്റെ അടുത്ത ദിവസം പുലർച്ചെ 7 മണിയോടുകൂടി തന്നെ നിങ്ങൾ ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എഡിറ്റർ മനോജ് കെ ദാസ് സാറ് വിളിച്ചിട്ട് പറയുന്നു, നമുക്ക് ഇവിടുന്ന് ഒരു സംഘം പോകണമെന്ന് പറയുന്നു. നമ്മളപ്പോൾ പെട്ടെന്ന് തന്നെ രാത്രി തന്നെ നമ്മൾ ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ വിമാനത്തിൽ ഉണ്ണിയും ഷൈനും പോകുന്നു. നിങ്ങളവിടെ എത്തുമ്പോൾ എന്താണ് നിങ്ങൾ ആദ്യം കാണുന്നത്? സത്യത്തിൽ നമ്മൾ അതിന് മുമ്പ് ഇലക്ഷന് 24 പോയപ്പം ഉണ്ടായതിൽ കുറച്ചുകൂടെ ടൈറ്റായ സെക്യൂരിറ്റി ആയിരുന്നു. 2 കടകളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. കാരണം ഈ ഒരു സംഭവത്തോടു കൂടി അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഇതൊരു ഭയങ്കര ഫീലിംഗ് ഉണ്ടാക്കി. അതുകൊണ്ട് അവർ കടകൾ കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. നമ്മളവിടെ എത്തി നമ്മൾ ആദ്യം പാൽഗാമിലേക്ക് പോകാൻ നോക്കി. അപ്പോൾ അങ്ങോട്ട് കടത്തിവിടില്ല എന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ച് അവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെത്തി. അവിടെയായിരുന്നു ഈ ബോഡികൾ മുഴുവൻ വെച്ചിരുന്നത്. നമ്മളവിടെ നിൽക്കെ തന്നെ ലൈനായിട്ട് ഓരോ ആംബുലൻസിൽ ബോഡികൾ ഇങ്ങനെ അതാത് സ്ഥലങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഇതായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഡ്രൈവർ അവരോട് പറഞ്ഞു, നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുന്നു. അവിടെ എത്തിയപ്പം അതിൻ്റെ താഴ്വാരത്തിലെത്തിയപ്പോൾ അവിടെ റോയിട്ടേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫർ അദ്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പിന്നെ കുറേ മറ്റ് മലയാള മീഡിയയിലെ കുറേ ക്യാമറമാന്മാരുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇത് എങ്ങനെ കയറിപ്പോകണം എന്നുള്ള ഒരു വഴി നമുക്കറിയില്ല. അപ്പം എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പാണ്. ചെരുപ്പ് കൊണ്ട് ഒരിക്കലും കയറാൻ പറ്റില്ല. നിങ്ങളൊരു ഷൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ക്യാമറയിൽ ലെൻസും എല്ലാം ഷൈൻ കൈവച്ചു. ഉണ്ണിയേട്ടൻ പതുക്കെ കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പ്, ഞാൻ 2 സ്ഥലത്ത് വീഴാൻ പോയെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ധൈര്യം, ഞാൻ അവിടെ എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ള മനസ്സിൻ്റെ ധൈര്യം, ഞാൻ ആ സ്പോട്ടിൽ കുറേ നടക്കണം. ഒരു ഭയങ്കര ഉരുളം കല്ലുകളുള്ള ഭയങ്കര വല്ലാത്ത വഴുക്കലുള്ള വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒലിച്ചു വരുന്ന ചെറിയ അരുവികളുള്ള ഒരു വലിയ മല പോലത്തെ സ്ഥലമാണ്. അവിടെ കയറിപ്പറ്റാനായിട്ട് ഷൈൻ വളരെ ചെറുപ്പമായ പയ്യനാണ്. പക്ഷെ ഞാൻ അത്രയും ചെറുപ്പമല്ലല്ലോ. എന്നിട്ട് പോലും ഞാനതവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് എൻ്റെ മനസ്സിന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന്. അതുപോലൊരു സിറ്റുവേഷനിലാണ് ഞാനവിടെ എത്തുന്നത്. എത്തി കുറച്ച് കഴിഞ്ഞിട്ടേ എനിക്ക് പടങ്ങൾ പോലും എടുക്കാൻ സാധിച്ചുള്ളൂ. നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പം ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ, കാരണം ജീവനും കൊണ്ട് ഓടിയവരാണ്. ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ. അത് കഴിഞ്ഞ് ആ പുൽമേടയിലേക്ക് കടന്നു കഴിഞ്ഞപ്പം ആ തറയിൽ തന്നെ ബ്ലഡ് തളം കെട്ടി കിടക്കുന്നതിൻ്റെ പാട്, കാരണം കുറച്ചത് സ്പ്രെഡായി. പിന്നെ അവിടുത്തെ അകത്തെ അന്തരീക്ഷങ്ങൾ,
വെടികൊണ്ട് ആൾ വീണ സ്ഥലം, അവിടുത്തെ അകത്തെ റെസ്റ്റോറൻറ്റുകളുടെ എല്ലാം കസേരകളെല്ലാം ചിന്നിച്ചെതറി കിടക്കുന്നു. ഇതെല്ലാം നമ്മൾ അവിടുന്ന് കവർ ചെയ്തു. ഞാനും ഈ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, പിന്നെ മലയാളം മീഡിയ കുറച്ച് പേരും ഉണ്ടായിരുന്നു. ഞങ്ങളിത് കവർ ചെയ്തിട്ട് ഏതാണ്ട് 3 മണിയോടുകൂടി ഞാനും ഷൈനും തിരിച്ചിറങ്ങി. ഞങ്ങൾ തിരിച്ചിറങ്ങി ആ റൂട്ടിൽ തിരിച്ചിറങ്ങിയില്ല. ഞങ്ങൾ ഒരാൾ പറഞ്ഞു അങ്ങേ റൂട്ടിൽ കൂടെ പോയാൽ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ റൂട്ടിൽ കൂടെ പോയി. ആ റൂട്ടിൽ കൂടെ പോകുമ്പം പോലീസ് ഓഫീസർമാരും വലിയ വലിയ ഹൈ ഓഫീസർമാർ കയറി വരികയാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളെപ്പോൾ പോയി, എതിലേ പോയി? അപ്പോൾ തന്നെ നമുക്ക് ഷൈൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് മുന്നിട്ടാൽ താഴെ എത്താം, ഇല്ലെങ്കിൽ ഉമ്മാർ നമ്മളെ, കാരണം ഓരോ മരത്തിൻ്റെയും ചുവട്ടിൽ പോയി പട്ടാളം തോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ ഭീകരവാദികൾ പോയിട്ടില്ല എന്നും ഭീകരവാദികൾ ആ കാടിനുള്ളിലുണ്ടോ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ഓപ്പറേഷൻ മുഴുവൻ നടക്കുന്നത്. അത് നമ്മളും ഒരു സത്യം പറഞ്ഞാൽ നമ്മളൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് അവിടെ പോയി വന്നത്. തിരിച്ച് താഴെ മറിയില്ല, ഓരോ സ്റ്റെപ്പ് താഴെയിറങ്ങുമ്പോഴും അവിടുന്ന് ഇങ്ങനെ നിരനിരയായിട്ട് ഓഫീസർമാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോരുത്തരും ചോദിക്കുക, നിങ്ങൾ എങ്ങനെ പോയി, എവിടെ പോയി, എന്തിനു പോയി? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ മീഡിയ ഉണ്ട്, ഇനിയും മീഡിയ ഉണ്ടോ അവിടെ എന്നൊക്കെ ചോദിച്ചാണ് അവർ മുന്നോട്ട് പോയത്. ഞങ്ങൾ ആ സമയത്ത് ഏതാണ്ട് നടന്ന് ഏതാണ്ട് 5 മണിയോടുകൂടി ഞങ്ങൾ താഴെ എത്തി. അവിടുന്ന് തന്നെ കാറിൽ പോരുമായിരുന്നു. പക്ഷേ അവിടെ അന്ന് പോയതുകൊണ്ട് മാതൃഭൂമിക്ക്, നമ്മൾ കേരളത്തിൽ മാതൃഭൂമിക്ക് മാത്രം ആ ചിത്രങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. അനുഭവങ്ങളുടെ ഒരു വലിയ പുസ്തകം തന്നെയാണ് പിന്നെ ഉണ്ണിയും അതുപോലെ തന്നെ ഉണ്ണിയുടെ ക്യാമറയും. ഈ ഫോട്ടോ ജേർണലിസം രംഗത്തേക്ക് വരാനായിട്ട് ഒരുപാട് പേർക്ക്, ചെറുപ്പക്കാർക്ക് കൗതുകമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ അതിൽ ഭ്രമമുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് പിന്നെ കൊടുക്കാനുള്ള നിർദ്ദേശം എന്തൊക്കെയാണ്? വാർത്താ പിന്നെ ചിത്രം പകർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, പ്രത്യേകിച്ചൊരു ജേർണലിസം വിദ്യാർത്ഥികൾ, ഫോട്ടോ ജേർണലിസം വിദ്യാർത്ഥികൾ അവരൊക്കെ ഒരുപാടുള്ള ഒരു ഘട്ടത്തിൽ അവരോട് നിങ്ങൾ പിന്നെ ഇത്രയും അനുഭവ പരിചയമുള്ള ഉണ്ണികൃഷ്ണന് പറയാനുള്ളത് എന്താണ്? ന്യൂസ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യത്യസ്തത തന്നെയാണ്. ഇന്ന് ഡിജിറ്റൽ ക്യാമറ കയ്യിലുള്ള ആർക്കും ന്യൂസ് ഫോട്ടോഗ്രാഫി എടുക്കാമെന്ന് പറയാം. പക്ഷേ ന്യൂസ് ഫോട്ടോഗ്രാഫി നമ്മൾ ദിവസവും രാവിലെ കാണുന്ന ന്യൂസ്, ഇപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ദോഷകരമായൊരു സംഭവമാണെങ്കിൽ ആ ദോഷകരമായ സംഭവത്തിന് ആധാരമായി എന്തെങ്കിലും നമുക്ക് ചിത്രം കിട്ടുക. ന്യൂസ് ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അന്നത്തെ ന്യൂസിനെ ആസ്വദിക്കുക. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അന്നത്തെ ന്യൂസാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇന്ന് പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളില്ല. ഇന്ന് ന്യൂസ് ഫോട്ടോഗ്രാഫി എടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇന്നത്തെ ന്യൂസ് ഫോട്ടോഗ്രാഫി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞില്ലേ, ന്യൂസ് ഫോട്ടോഗ്രാഫി ഇന്ന് എടുക്കാനുള്ള അന്തരീക്ഷം വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ ഈ പുതിയ തലമുറയ്ക്ക് ആ അന്തരീക്ഷം, കാരണം ഇന്നിപ്പം വിഷ്വൽ മീഡിയയുടെ മൈക്കും ക്യാമറയും എല്ലാം കൂടെ ആകെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാധനം ഒരു ഫ്രെയിമിൽ ന്യൂസ് ഫോട്ടോഗ്രാഫി ഒരു ഫ്രെയിമിലാണ് വേണ്ടത്. ആ ഒരു ഫ്രെയിമിൽ നമുക്കത് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ അത് ന്യൂസ് ഫോട്ടോഗ്രാഫി ആകുന്നുള്ളൂ. ഉണ്ണിയുടെ തുടർന്നുള്ള ജീവിതം യഥാർത്ഥത്തിൽ ഡൽഹി തന്നിട്ടുള്ള ഒരു വലിയ ഇന്ധനം അല്ലെങ്കിൽ ഊർജം ഉണ്ണിക്കൊപ്പം ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വരും കാലത്തും ആ ഊർജം നിലനിൽക്കും. ഏതായാലും ഔപചാരികമായ ഒരു ഷെയ്ഖ് ഹാൻഡോടു കൂടിയാണ് സാധാരണ ഇത്തരം സംസാരങ്ങൾ അവസാനിപ്പിക്കുക. അത് ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇനിയും ഈ ബന്ധവും സൗഹൃദവും നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഉണ്ണി എന്ന് പറയുന്ന പാഠപുസ്തകം പുതിയ തലമുറയ്ക്കും കൂടി പിന്നെ ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാനെപ്പോഴും പറയുക. ഉണ്ണിയുമായിട്ടുള്ള സംസാരം ഇവിടെ അവസാനിക്കുന്നില്ല, ഒരു താൽക്കാലിക വിരാമം മാത്രമാണ്. കാരണം അനുഭവങ്ങളുടെ ഒരു ഖനി ഉണ്ണിയുടെ ഉള്ളിലുണ്ട്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് പുറത്തെടുക്കാം. പുതിയ തലമുറയ്ക്ക് അതൊരു വലിയ അനുഭവ പാഠമായിരിക്കും. ഏതായാലും നന്ദി, നമസ്കാരം.